ഹലോ അജയ്, ട്രോപ്പിക്കൽ ടെറസ് ഗാർഡന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബ്രസീലിയൻ മരമുന്തിരി അഥവാ ജബോട്ടിക്കാബയെ കുറിച്ചാണ്. ഇതൊരു റെഡ് ഹൈബ്രിഡ് ജബോട്ടിക്കാബയാണ്. 4 വർഷം മുമ്പാണ് ഞാനിത് നട്ടത്. അന്ന് ഏകദേശം 1 അടി ഹൈറ്റ് മാത്രമേ ഈ ചെടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. 2-2.5 വർഷം കൊണ്ട് തന്നെ എനിക്ക് 20 ലിറ്റർ പെയിന്റിന്റെ ബക്കറ്റിൽ നട്ട ഈ ചെടി കായ്ച്ചു കിട്ടി. പിന്നെ എല്ലാ 1.5 മാസങ്ങളിലും ഈ ജബോട്ടിക്കാബ കായ്ക്കുന്നുണ്ട്. വളരെ മധുരമുള്ള ഒരു ജബോട്ടിക്കാബയാണ് ഇത്. അത് ഏത് വീട്ടുമുറ്റത്തും അല്ലെങ്കിൽ ടെറസിലും പോട്ടിൽ നന്നായിട്ട് കായ്ക്കുന്ന ഈ ജബോട്ടിക്കാബ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കളക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിന്റെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയത് ചുവന്ന മണ്ണ്, ചാണകപ്പൊടി, ചകിരി കമ്പോസ്റ്റ് ഇത് മിക്സ് ചെയ്തിട്ടാണ്. പിന്നെ മണലുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്, കാരണം നല്ല നീർവാഴ്ചയുള്ള മണ്ണാണ് ഇതിന് ആവശ്യം. ഇനി നമുക്ക് ഇതിന്റെ വളപ്രയോഗം എങ്ങനെയാണെന്ന് നോക്കാം. വർഷത്തിൽ 4 തവണ ഞാൻ ജൈവവളം കൊടുക്കാറുണ്ട്. 100 ഗ്രാം ചാണകപ്പൊടിയും 100 ഗ്രാം പിണ്ണാക്കുകളുടെ മിശ്രിതം, അതായത് വേപ്പിൻ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, ബോൺ മീല് ഇവയാണ് ഞാൻ കൊടുക്കാറുള്ളത്. അതുകൂടാതെ വർഷത്തിൽ 4 തവണ NPK 19-19-19 പിന്നെ മൈക്രോ ന്യൂട്രിയൻസും മഗ്നീഷ്യം സൾഫേറ്റും 10 ഗ്രാം വെച്ച് കൊടുക്കുന്നു. അതുകൂടാതെ വർഷത്തിൽ 6 മാസം ഇടവിട്ടിട്ട് 10 ഗ്രാം പച്ചക്കക്കപ്പൊടി കൊടുക്കാറുണ്ട്. ജബോട്ടിക്കാബ കായ്ക്കാനായിട്ട് വേണ്ട ഏറ്റവും നല്ല pH എന്ന് പറയുന്നത് 5.5 to 6.5 ആണ്. അതായത് സ്ലൈറ്റ്ലി അസിഡിക് ആയിരിക്കണം. നമുക്കൊരു pH മീറ്റർ വെച്ചിട്ട് ഇതിന്റെ pH എത്രയാണെന്ന് നോക്കാം. ഇപ്പൊ ഇതിന്റെ pH എന്ന് പറയുന്നത് ഏകദേശം 6 ആണ്. 5, 5.5, 6 ഇടയ്ക്കായിട്ടാണ് ഇപ്പോൾ ഇതിന്റെ pH ഉള്ളത്. അതായത് ജബോട്ടിക്കാബ കായ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ല pH ആണ് ഇപ്പോൾ ഈ മണ്ണിനുള്ളത്. അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് കായ്ച്ചു കിടക്കുന്നതും. കണ്ടോ, ഇവിടെ പുതിയ പുതിയ പൂക്കൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു വർഷത്തിൽ 6 തവണ ജബോട്ടിക്കാബ കായ്ച്ചു കിട്ടുന്നതാണ്. അതായത് അധികം പരിചരണമൊന്നുമില്ലാതെ തന്നെ നിങ്ങളുടെ വീട്ടിൽ വളർത്താൻ പറ്റിയ വളരെ സ്വാദിഷ്ടമായ ഒരു പഴമാണ് ജബോട്ടിക്കാബ. ഇനി ഒരു ജബോട്ടിക്കാബ നമുക്ക് കഴിച്ചു നോക്കാം. ഇതിങ്ങനെ പിരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്കിത് എങ്ങനെയാണെന്ന് ഒന്ന് കഴുകിയിട്ട് നമുക്ക് നോക്കാം. ഇനി റെഡ് ഹൈബ്രിഡ് ജബോട്ടിക്കാബ ഒന്ന് കഴിച്ചു നോക്കാം. ഇതിൻ്റെ സ്കിൻ എങ്ങനെയുണ്ടെന്നൊന്ന് എടുത്ത് നോക്കട്ടെ നമ്മൾ. നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ഫ്ലഷാണ് ഇതിനുള്ളത്. ഇതിനകത്ത് 2-3 സീഡ് വരെ കാണാറുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം. വളരെ ഫ്ലേവറും രുചികരവുമായ ഒരു പഴമാണ് റെഡ് ഹൈബ്രിഡ് ജബോട്ടിക്കാബ. അപ്പം നിങ്ങളുടെ കളക്ഷനിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഈ ജബോട്ടിക്കാബ എങ്ങനെ നമുക്ക് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ ജബോട്ടിക്കാബയിൽ ഒരു കുരുവാണ് ഉണ്ടായിരുന്നത്. ഇത് ഞാൻ സാധാരണ വെറുതെ ഒരു ഡ്രമ്മിൽ ഇടുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ പണ്ട് നട്ടിട്ടുള്ള ജബോട്ടിക്കാബകളാണ്. അതായത് ഈ കുരു വെറുതെ ഡ്രമ്മിൽ ഇട്ടാൽ മതി, അത് താനെ കിളിർത്ത് വരും. അതിനുശേഷം വളർത്തി പല പല സൈസിലുള്ള ജബോട്ടിക്കാബകളാണിത്. അതായത് നമുക്കൊരു ചെടി ഉണ്ടെങ്കിൽ പോലും ആ കുരുവിൽ നിന്ന് ധാരാളം തൈകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. ഇത് പ്രിക്കോസി ബ്ലാക്ക് എന്നുള്ള വെറൈറ്റിയിലുള്ള ജബോട്ടിക്കാബയാണ്. 3 വർഷം പ്രായമായ ഒരു തൈയാണ്. ഇത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട്.
നല്ല കടും മധുരമാണ് ഈ പഴത്തിന്. അപ്പോൾ നമുക്ക് റെഡ് ഹൈബ്രിഡോ പ്രിക്കോസി ബ്ലാക്കോ വീട്ടിൽ വളർത്താവുന്ന മികച്ച ഇനം ജബോട്ടിക് ആപ്പിളാണ്. സാധാരണ വീട്ടുകാർക്ക് ഈ 2 ഇനങ്ങൾ തന്നെ ധാരാളം മതിയാവും. ഏകദേശം 100-ലധികം വെറൈറ്റി ജബോട്ടിക് ആവ നഴ്സറികളിൽ ലഭ്യമാണ്. എന്നാലും റെഡ് ഹൈബ്രിഡും പ്രിക്കോസി ബ്ലാക്കും വളരെ പെട്ടെന്ന് കായ്ക്കുകയും നല്ല കായ്ഫലം നൽകുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം 2 തൊട്ട് 3 വർഷം കൊണ്ട് തന്നെ ഒരു ചെറിയ ചെടി വളർന്ന് നമുക്ക് നല്ല കായ്ഫലം തരുന്നതായിരുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ബ്രസീലിലെ ആമസോൺ കാടുകളിൽ നിന്നും കണ്ടുപിടിക്കപ്പെട്ട ജബോട്ടിക് ആവയെയാണ്. ഇനി അടുത്ത വിഷയവുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.